തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷന് എല്ലാ നേതാക്കളും ഇവിടെ വന്നിട്ടില്ലല്ലോ. എന്തിനാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാകുന്നത്? ഇവിടെ കുമ്മനം രാജശേഖരൻ വന്നോ? പി.കെ. കൃഷ്ണദാസ് വന്നോ? എൻ്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയൂ. അതായത് ഈ പാർലമെൻറ്റ് കൺവെൻഷന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. പി.സി. ജോർജ് ഇന്നലെ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ തെറ്റായ പ്രചരണങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കും. 35 ദിവസമുണ്ട് തെരഞ്ഞെടുപ്പിന്. ഇല്ല, സംശയം ആവശ്യമില്ലാത്ത സംശയമല്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ ഞങ്ങൾ പാർട്ടി തീരുമാനിക്കും. അത് എല്ലാ നേതാക്കളെയും ഞങ്ങൾ എല്ലാ സ്ഥലത്തും വിന്യസിക്കുന്നുണ്ട്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഉപദേശം വേണ്ട. നികേഷിനോട് പറഞ്ഞേക്ക് നിങ്ങൾ ഈ കുത്തിത്തിരിപ്പുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. കുറേ ദിവസമായിട്ട് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പുതിയ മാനേജ്മെൻറ്റ് വന്നപ്പോൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ്. അത് ശരിയായ നടപടിയല്ല. ബാക്കി പറഞ്ഞു. അല്ല, അതൊക്കെ ഞങ്ങൾ NDA തീരുമാനിക്കുന്നു. NDA യോഗം ചേർന്ന് ഏതൊക്കെ നേതാക്കൾ വരണം, കുമ്മനം രാജശേഖരജി വരണോ, കൃഷ്ണദാസ് വരണോ, പി.സി. ജോർജ് വരണോ, പത്മജ വേണുഗോപാൽ, അതൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ. നിങ്ങൾ എന്തിനാ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? നിങ്ങൾ 8 മണിക്ക് ചർച്ച നടത്തണോ, 9 മണിക്ക് ചർച്ച നടത്തണോ, രാവിലെ പ്രഭാതത്തിൽ മോർണിംഗ് വാക്ക് നടത്തണം? ഇത് ഞങ്ങളാണോ തീരുമാനിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളൊരു ലിമിറ്റ് കിടക്കരുത്. നിങ്ങളുടേതായിട്ടുള്ള ഒരു ലക്ഷ്മണ രേഖയുണ്ട്. അതിനപ്പുറത്തേക്ക് പോയാലുണ്ടല്ലോ അത് ശരിയാവില്ല. അത് ഞങ്ങളോട് മാത്രം ഈ സമീപനം നിങ്ങളെടുക്കുന്നത് ശരിയല്ല. ഞങ്ങളെ പാർട്ടിക്കകത്ത് മുന്നണിക്കകത്ത് എല്ലാ നേതാക്കൾക്കും പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് നിങ്ങൾ അനാവശ്യമായ പ്രചരണം നടത്തേണ്ട ആവശ്യമില്ല. വേറെ എന്ത് ചോദിക്കാനുണ്ട്? സഹോദര, ഇലക്ട്രൽ ബോണ്ട് 6000 കോടി ബി.ജെ.പിക്ക് കിട്ടിയപ്പോൾ 14,000 കോടി മറ്റുള്ളവർക്കാണ് കിട്ടിയത്. അവരോട് ആരോടെങ്കിലും നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടോ? കൈരളി കൊടയും പിടിച്ചിട്ട് ഇലക്ട്രൽ ബോണ്ട് മണിച്ചൻ്റെയും മാർട്ടിൻ്റെയും ഒക്കെ കാശ് വാങ്ങിയ വലിയ മലയാളിമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ല, അതെന്താ നിങ്ങൾ മിണ്ടാത്തത്? 6000 കോടി കിട്ടിയവർ ഈ 14,000 കോടി കിട്ടിയവർ പറയുകയാണ് 6000 കോടി കിട്ടിയവർക്ക് വലിയ പ്രശ്നമായി. അല്ല, എൻ്റെ ചോദ്യം അതല്ല. ഇലക്ട്രൽ ബോണ്ട് കോൺഗ്രസ് വാങ്ങിയിട്ടില്ലേ? DMK വാങ്ങിയിട്ടില്ലേ? DMKയുടെ കയ്യിൽ നിന്ന് യാതൊരു നാണവുമില്ലാതെ 10 കോടി നിങ്ങൾ വാങ്ങിയിട്ടില്ലേ? ഇതിനൊന്നും വർത്തമാനം പറയാതെ ഇലക്ട്രൽ ബോണ്ട് വേറെ, അതൊക്കെ ദേശീയ നേതൃത്വം പറയും. നിങ്ങൾ കേരളത്തിലെ ചോദ്യങ്ങൾ ചോദിക്കൂ. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് അതൊക്കെ കേന്ദ്രത്തിലുള്ളവർ പറഞ്ഞോളൂ. നിങ്ങൾ വേറെ എന്തെങ്കിലും ഇവിടെ ചോദിക്കും. അല്ലെ, ചർച്ച ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. സഹോദര, ഞാൻ പറഞ്ഞത് അതാണ്. 6000 കോടി ബി.ജെ.പിക്കും 14,000 കോടി പ്രതിപക്ഷത്തിനും കിട്ടി. എന്താ നിങ്ങൾ അതിനെപ്പറ്റി ഉണ്ടാക്കുന്നത്? എന്റെ ചോദ്യം അതാണ്. ഞാൻ ചോദിക്കട്ടെ, മമതാ ബാനർജി എന്ത് കേസ് ഒത്തുതീർപ്പാക്കിയിട്ടാണ് ഇത്രയും കോടികൾ വാങ്ങിയത്? സ്റ്റാലിൻ ഏത് കേസ് ഒത്തുതീർപ്പാക്കിയിട്ടാണ് ഇത്രയും വാങ്ങിയത്? കോൺഗ്രസ് ഏത് കേസ് ഒത്തുതീർപ്പാക്കിയിട്ടാണ് ഇത്രയും വാങ്ങിയത്? അതുകൊണ്ട് അവർ വാങ്ങിയത് വളരെ നല്ല പൈസയും, ബി.ജെ.പി. ചെക്ക് വഴി വാങ്ങിയത് നിയമപരമായി അതൊന്നും ആ വർത്തമാനമൊന്നും വേണ്ട. വേറെ